നമ്മൾ ബീച്ച് പ്രോഗ്രാമിൽ ഈ അടുത്ത് നടന്ന കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടിയിൽ ഒരുപാട് ചോദ്യങ്ങൾ എന്നൊരു വിഷയമായിരുന്നു പരലോകം, നീതി, ശിക്ഷ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ പരമാവധി അതിൽ വരാൻ സാധ്യതയുള്ള ഒരു പരിധി വരെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഡീൽ ചെയ്തു. അതിനുശേഷമുള്ള 1-2 വീഡിയോകളിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എന്നാലും മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അത് മനസ്സിലാവരുതെന്ന് വാശി പിടിച്ചിട്ടാണോ അതോ അങ്ങനെയാണ് ആളെ പ്രകൃതി എന്നുള്ളതാണോന്നും അറിയില്ല. അത് പറഞ്ഞ കാര്യം തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും പറയുക, അല്ലെങ്കിൽ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാം. ആ ടൈപ്പ് ഓഫ് ഒരാൾ നമ്മളെ വീഡിയോസൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊരുപാട് തവണ ആവർത്തിച്ച കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ആ റിയാക്ഷനിൽ അയാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് 1-2 ക്ലിപ്സ് നമുക്കൊന്ന് കേട്ടോക്കാം. സംഭവിക്കുമ്പോൾ അതിനെ മറികടക്കാൻ യാഥാർത്ഥ്യബോധത്തോടെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ആ ബോധം ഉണ്ടാവലാണ്. ആ ബോധത്തിന് മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൺമുന്നിൽ ചതഞ്ഞറിഞ്ഞു പോയതിന് നാളെ എനിക്ക് അല്ലാഹു ഇതിന് പകരം സ്വർഗം തരും എന്ന് ഒരു മാതാവോ പിതാവോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനോരോഗത്തിൽ കുറഞ്ഞതൊന്നും ആ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നില്ല. സ്വന്തം കുഞ്ഞ് മരിച്ച് സ്വർഗത്തിൽ പോകണം എന്ന് ഏതെങ്കിലും മനുഷ്യൻ ആലോചിക്കോ? അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു, നമ്മളൊരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതിന്റെ പേരിൽ നമുക്ക് നാളെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് ആരെങ്കിലും ജീവിക്കോ? എന്ത് മനോനിലയാണ് നിങ്ങൾ വിശ്വാസം കൊണ്ടുണ്ടെന്ന് പറയാം? എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ ആരാണ് പറഞ്ഞത് ഒരു മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ മരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ പറഞ്ഞത്? ഒന്ന്, നമ്മളത് പറഞ്ഞിട്ടില്ല. 2 എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് മക്കൾ മരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും എന്നുള്ളതിനാണ് കോമ്പൻസേഷൻ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞത്. വിഷമമുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട് എന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആ പ്രയാസത്തിൽ, ആ വിഷമത്തിൽ, ആ ബുദ്ധിമുട്ടിൽ ക്ഷമിച്ചാൽ, വേണ്ട വിധം പടച്ചോൻ പറയുന്ന വഴിയിൽ എന്താ പറയുക ആ പ്രവർത്തനത്തെ അവൻ കേന്ദ്രീകരിച്ചാൽ അവന് സ്വർഗ്ഗം ഉണ്ട്, അല്ലെങ്കിൽ അവന് ആ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത് ആ പ്രയാസമുള്ളത് കൊണ്ടാണ്. ആരാണ് മാതാപിതാക്കൾ മക്കൾ മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആഗ്രഹിക്കണം എന്ന് ആരാണ് പറഞ്ഞത്? അതെ, അല്ല ഇപ്പം ലിയാഖത്തിന്റെ വീക്ഷണത്തിൽ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്? മക്കൾ മരിച്ചു, വിഷമം, അങ്ങനെ ജീവിക്കാം, അല്ലെ? അതാണല്ലോ വരുന്നത്. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കൾ മരിച്ചു, അതിലവന് വിഷമമുണ്ട്, സങ്കടമുണ്ട്. അവനെന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗം കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടും. അവന് ഈ പരലോകത്ത് അവൻ്റെ മക്കളെ പിന്നെയും കാണാൻ സാധിക്കും, അവരുമായിട്ട് പിന്നെയും ഒന്നിക്കാൻ സാധിക്കും. അതായത് ഒന്നാമത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല ഇവർക്ക്. ഇതെന്താ ഇവർ പറയണത്, ഇവരിതാണ് പറയണെന്നുള്ളത് കിട്ടണില്ല അവർക്ക്. അവർക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് മറ്റേ ഈ ആളുകളെ സംബന്ധിച്ച് എന്താ പറയാ, സ്വർഗ്ഗം ഉണ്ട് അല്ലെങ്കിൽ പരലോകം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഈ ലോകത്ത് ഇപ്പോൾ ഇങ്ങനെ 2 മനുഷ്യരുണ്ടായി. ഇതൊക്കെ വളരെ വ്യക്തമായ എക്സാമ്പിൾ പറഞ്ഞാണ്. 2 മനുഷ്യരുണ്ടായി, ഒരു മനുഷ്യൻ നിരീശ്വരവാദിയാണ്, ഒരു മനുഷ്യൻ വിശ്വാസിയാണ്. ഇങ്ങനെ 2 മനുഷ്യരുണ്ടായി, 2 മക്കൾ മരണപ്പെട്ടു, അത് സംഭവിച്ചു. ഈ ലോകത്ത് ആ മക്കൾ മരണപ്പെട്ട സംഭവത്തിലേക്ക് അവർ നോക്കുകയാണെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ആൾക്ക് എന്താ നോക്കാൻ പറ്റുക? എൻ്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ മകൾ മരണപ്പെട്ടു, ഞാൻ വളരെ വലിയ പ്രയാസത്തിലാണ്, എനിക്ക് ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനൊരു പരിഹാരം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറയുന്ന ചിന്തത്തിലേക്ക് പറഞ്ഞാണോ പറയുന്നത്? ഇത് ബീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ബീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇപ്പൊ പറയുന്നതായിരിക്കും. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ മനസ്സിലായില്ല, ഇയാൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് ഇത് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ട വിഷയം. കാരണം ഒരു മനുഷ്യർ ഇത് ഇത്ര പ്രയാസമുണ്ട് ഒരാൾക്ക് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോ ചെയ്യണതിന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എതിരാണ്, എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യണം. കാരണം ഒരാൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, പിന്നെ ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരാണ്? 2 പേരുടെയും മക്കൾ മരിച്ചു, 2 പേർക്കും മക്കൾ മരിച്ചതിൽ വിഷമമുണ്ട്. നിരീശ്വരവാദിക്കും വിഷമമുണ്ട്, ഈശ്വരവാദിക്കും വിഷമമുണ്ട്. നിരീശ്വരവാദിക്ക് ആ വിഷമം കൊണ്ട് റിഗ്രറ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഈശ്വരവിശ്വാസം സംബന്ധിച്ച് എന്താണ്, വിഷമമുണ്ട്, സിറ്റുവേഷൻ ഒക്കെ സെയിമാണ്, മുന്നിൽ കാണാൻ ലോകം സെയിമാണ്. ആ സെയിം ലോകത്ത് ഇയാൾക്ക് എന്ത് ചെയ്യാം, ഹോപ്പ് ഉണ്ട്. എനിക്ക് പരലോകത്ത് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് പ്രതിഫലം കിട്ടും, ഈ വഴി സ്വീകരിച്ച് എനിക്ക് ഇതിന് കോമ്പൻസേഷൻ കിട്ടും, എനിക്ക് പ്രതീക്ഷ ഉണ്ട്, എൻ്റെ സൃഷ്ടാവ് വേറെന്തോ കണ്ടിട്ടുണ്ട്, വേറെന്തോ വെച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷ ഉണ്ട്. അത് തന്നെ മാനസിക രോഗമാണെങ്കിൽ മറ്റേതിന്റെ അവസ്ഥ എന്തായിരിക്കും? മൂപ്പര് പറയുന്നത് വിശ്വാസികൾ ഇങ്ങനെ വിചാരിക്കുന്നത് മാനസിക രോഗമല്ലാതെ മറ്റെന്താന്നുള്ളതാണ്. അത് മാനസിക രോഗമാണെങ്കിൽ മറ്റേത് ലിയാഖത്തിന്റെ അവസ്ഥയായിരിക്കും. അതുമില്ല, ഒന്നുമില്ല. അവർക്ക് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹോപ്പ് ഇല്ലാതെ മാത്രമല്ല, അവർക്കും മക്കൾ മരിച്ചിട്ടുണ്ട്, സെയിം സിറ്റുവേഷൻ. നമ്മൾ എന്തിനു പറയണം, ഇത് കഴിഞ്ഞിട്ട് ഇവര് അവർ വന്നിരിക്കുന്നുണ്ട് 4 മണിക്കൂർ ലൈവ് ഇടും. എന്നിട്ട് നമ്മളിപ്പോ പറഞ്ഞ കാര്യമല്ലേ അതിനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്കിത് മനസ്സിലാകുന്നില്ല. ഇതിപ്പോ ഈ ഉദാഹരണല്ലേ, ഇത് മുന്നേ പറഞ്ഞാണ്. അഥവാ വിശ്വാസിക്ക് ഇതിൽ ഹോപ്പ് ഉണ്ട്, സിറ്റുവേഷൻ സെയിം ആണ്. നിരീശ്വരവാദിക്ക് ഇതിൽ ഹോപ്പ് ഇല്ല. നിങ്ങൾ ഹോപ്പ് ഉണ്ടെങ്കിൽ ആ ഹോപ്പ് എന്താന്ന് പറഞ്ഞുതരും. ആരോട് പറയണം, മനസ്സിലാണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ പോവാം. ആ ചോദ്യം നമ്മൾ ഒന്നുകൂടി കേൾക്കണം. ഏത് കുട്ടി മരിച്ചത് നരകത്തിലാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ആ ചോദ്യമല്ലേ, ആ ചോദ്യം ഒന്നുകൂടി കേട്ടോളി, എന്നിട്ട് അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. അനീതി ഉണ്ടോ നമുക്ക് നോക്കാം. തൊട്ടിൽ കിടക്കുന്ന കുട്ടി നരകത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആരും പറഞ്ഞിട്ടില്ലല്ലോ. തൊട്ടിൽ കിടക്കുന്ന കുട്ടി നരകത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അള്ളാഹു നീതി നടപ്പിലാക്കും ചെയ്യല്ലോ. അപ്പം അശ്രദ്ധമായിരിക്കുന്ന സമയത്ത്
ദുരന്തത്തിൽ മരിച്ചാൽ അതിന് പകരം പടച്ചോൻ അവിടെ എന്തോ കൊടുക്കുന്നുള്ളോ? ശരി, നമുക്ക് നോക്കാം. ഇനി സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയവർ അവരുടേത് കഴിഞ്ഞു. അവർ ഈ ദുരന്തമൊന്നും അനുഭവിക്കുന്നില്ല. അവർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവരെ പറ്റി പറയുമ്പോൾ അവർ സത്യവിശ്വാസികളാണോ, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും മലക്കുകളിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുകയും അങ്ങനെ ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അള്ളാഹ് നീതി നടപ്പാക്കുക. വിശ്വസിച്ചിട്ടുണ്ടെങ്കിലാണ് അള്ളാഹുവിന്റെ നീതി. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇല്ല. അള്ളാഹുവിനെ അറിയില്ല. അപ്പൊ ദുരന്തത്തിൽ മരിക്കുന്നവൻ, ദുരന്തത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചവർക്ക് എല്ലാവർക്കും അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? നാളെ സ്വർഗത്തിൽ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടില്ല. കാരണം അതിന് മുഹമ്മദിലും അള്ളാഹുലും ഇവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലേ നടക്കും. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അല്ല ഒരു കുട്ടി മരിച്ചു അപ്പൊ ബോധം വന്നു, അപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും മതി, ഇല്ലെങ്കിൽ ഇല്ല. രണ്ടാമത് മൂപ്പര് കൊണ്ടുവന്ന് വെച്ചാല് എന്താ പറയാ, കുട്ടികൾ മരണപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിൽ കുട്ടികൾ മരണപ്പെട്ട എല്ലാവരും സ്വർഗത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മറ്റേ നേരത്തെ ഒരു പ്രഭാഷണത്തിലുണ്ട്, അങ്ങനെ അതിൽ പറയുന്നില്ലോ വിശ്വാസികൾക്ക് മാത്രമല്ലേ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മളവിടെ ദുരന്തത്തിൽ കുട്ടികൾ മരണപ്പെട്ട ഇനി എന്താ പറയുക, വിശ്വാസിയാണെങ്കിൽ പോലും അയാളെ ആ ദുരന്തത്തിൽ കുട്ടി മരണപ്പെട്ടുകൊണ്ട് നേരെ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് വിടുന്നല്ല പറഞ്ഞത്, നീതി നടപ്പിലാക്കുന്നതാണ് പറഞ്ഞത്. അഥവാ അവിടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ, അത് ഏത് പരീക്ഷണമാണെങ്കിലും അങ്ങനെയാണ്, ഏത് പരീക്ഷണമാണെങ്കിലും അത് അനുഭവിക്കുന്നയാൾ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ, പരീക്ഷണത്തിൽ വിജയിക്കുന്നുവെങ്കിൽ ആ വിജയിക്കുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ട്. ആ വിജയിക്കാനുള്ള മാനദണ്ഡങ്ങൾ പലതാണ്. അല്ലാതെ ഒറ്റ ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് ഞാൻ ഇങ്ങനെ ചെയ്താൽ നേരെ സ്വർഗം, അതല്ല ഈ ലോകം, അല്ല ഈ ജീവിതം. അവിടെ 60-70 കൊല്ലം ജീവിക്കുന്നുണ്ടെങ്കിൽ 60-70 കൊല്ലം ജീവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും, ഒരുപാട് സുഖങ്ങൾ വരും, ഒരുപാട് സൗകര്യങ്ങൾ വരും. ഈ പരീക്ഷണങ്ങളെല്ലാം ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അതിൽ ഞാൻ എങ്ങനെ വിജയിക്കുന്നു, ആ വിജയിക്കുന്നതിന്റെ മാനദണ്ഡത്തിൽ വിശ്വാസം വരും, ഒരു സംശയമില്ല. ആ വിശ്വാസം വരും. വിശ്വാസം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷനുകൾ വരികയാണ്. എന്നെ ആരും സൃഷ്ടിച്ചിട്ടില്ല എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ സൃഷ്ടാവിലേക്ക് എനിക്കെത്താം, അല്ലെങ്കിൽ ഞാൻ തെറ്റായ സൃഷ്ടാവ് സങ്കല്പത്തിലേക്ക് എനിക്കെത്താം. ഈ ഓപ്ഷനുകൾ വരുന്ന സമയത്ത് അതിൽ ഞാൻ ശരിയായ സങ്കല്പത്തിലേക്ക് എത്താനുള്ള വഴി എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടും ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, എനിക്ക് സകല സംവിധാനങ്ങളും സൗകര്യവും നൽകിയ സ്രഷ്ടാവിനെ നിഷേധിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്യരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ പങ്കു ചേർക്കലിൽ നടത്തിയെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ നീതി നടപ്പിലാക്കലിൽ അത് വിഷയമാണ്. അവിടെ പരലോകത്ത് പ്രധാനമായി പരിഗണിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അത് പറയുമ്പോൾ എന്ത് അസാംഗത്യാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു സ്രഷ്ടാവ്, അതായത് ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ഇത് കേൾക്കേണ്ടത്. ഒരു സ്രഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നു, ഒരു സൃഷ്ടിയെ സകല സൗകര്യങ്ങൾ കൊടുത്തു സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവൻ കൊടുക്കുന്നു. ഖുർആൻ തന്നെ പറയുന്നു, അതായത് നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്ര അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ എന്നെ മാത്രം ആരാധിക്കണം, വേറൊരു കണ്ടീഷനും ഇല്ല. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ അനുസരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, വളരെ കുറച്ച് ലിമിറ്റേഷനേ ഉള്ളൂ, വളരെ കുറച്ച് എന്താ പറയുക നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിനക്ക് അനുവദനീയമായ മാർഗ്ഗത്തിൽ ചെയ്യാം. ഒറ്റ കണ്ടീഷൻ നീ എന്ത് ചെയ്യരുത്, എന്നിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ പറഞ്ഞു സകല സൗകര്യങ്ങൾ കൊടുത്തൊരു സൃഷ്ടാവ്, ആ സൃഷ്ടാവ് ഈ ലോകത്തേക്ക് മനുഷ്യന്മാരെ അയച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ അനുസരിക്കാത്ത നടപടികൾ അവൻ എടുത്തൂടെ? അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കൽ ഒരു തെറ്റല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ശരിയാണെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് വാദിക്കുന്ന ഒരാൾ പിന്നെ അതിൽ കമാൻഡ് ചെയ്യുന്നതിൽ അർത്ഥമല്ല. ഇതൊക്കെ ഇസ്ലാം പറയുന്ന മുഴുവൻ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കമന്റ് ചെയ്യാനുള്ള അർഹത നിങ്ങൾക്കില്ല. ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇതൊരു തെറ്റല്ലേ? ഇങ്ങനെ സൃഷ്ടാവ് അയച്ചിട്ടുണ്ട് മനുഷ്യർ മുഴുവൻ, നിങ്ങൾ ആ സൃഷ്ടാവ് ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവൻ ഇത്തരത്തിൽ നടപടി എടുക്കുന്നു. അതൊരു നീതിയുടെ ഒരു സംസ്ഥാപനമായിട്ടോ നീതിയുടെ ഒരു വഴിയായിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ബേസിക്കിന് പറയുന്നത് ഇസ്ലാം തെറ്റാണ്, അതുകൊണ്ട് ഈ സ്വർഗവും നരകവും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഏകദൈവത്തെ ആരാധിക്കുന്നത് തെറ്റല്ല, അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യാത്ത ആളുകളെ ഇസ്ലാം ശിക്ഷിക്കുന്നു എന്ന് പറയുന്നു, അതുകൊണ്ട് ഇസ്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഇസ്ലാം തെറ്റാണെന്നാണ് അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്. ക്ലാസിക്കൽ സർക്കുലർ ഫാലസി, മേക്കിംഗ് ദ ക്വസ്റ്റ്യൻ ഫാലസി ആണത് എന്നുള്ളതാണ്. ഇനി വേറെ ക്ലിപ്പിലേക്ക് പോവാം. സമരം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ശിക്ഷയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ്. ശിക്ഷയാണ് എന്ന് ഇവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യർ നന്മയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും പടച്ചോനെ മറക്കുമ്പോഴും തിന്മയിലേക്ക് അധികരിക്കുമ്പോഴും അള്ളാഹു സൂചനയായി ശിക്ഷകൾ ഇറക്കും എന്ന് ഖുറാനിലുണ്ട്. അപ്പൊ ഈ ചോദ്യകർത്താവ് കൃത്യം അപ്പോൾ ഖുറാൻ വചനങ്ങൾ ഉദ്ധരിക്കില്ല എന്ന ധൈര്യത്തിൽ അത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ ചോദ്യകർത്താവ് ചോദിക്കുന്നത് ശിക്ഷയല്ലെങ്കിൽ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് ശിക്ഷയാണെന്ന് മനസ്സിലാകും, ഇനി അതല്ല ശിക്ഷയല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ശിക്ഷയല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിലുണ്ട്, ഖുറാനിലുണ്ട് എന്നാണ്. നമ്മളത് ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഇത് ശിക്ഷയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി എന്നുള്ളത്. ലിയാഖത്തിന് മനസ്സിലായിട്ട് ലിയാഖത്തിന് പറയാം. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇത് ശിക്ഷയാണോ പരിശോധിക്കുക എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കേവലം എല്ലാവർക്കും ഇത് അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് പരീക്ഷണം മാത്രമാണോ, ഇതെങ്ങനെ പരിശോധിക്കുക എന്നുള്ളത് കുറച്ച് നമുക്ക് സൈലൻ തന്നിട്ടില്ല. പക്ഷെ മുപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മുപ്പർക്ക് അത് പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത് ശിക്ഷ അരി എത്ര ചോദിച്ചപ്പോൾ പയറന്നായി അതാണ്.
അപ്പൊ ലിയാക്കത്തിന് വരായിരുന്നു, ലീച്ചിൽ വരായിരുന്നു. ഖുർആൻ ഹദീസും ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്ന കഴിവുണ്ടായിരുന്നേ. മറ്റേ ആൾക്ക് ആയത്ത് പറയാൻ പറ്റാത്തോണ്ടാണ് ഇത് ചെറുതായിട്ട് ഇത് വന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് നാറായിരുന്നു മനസ്സിലാക്കേണ്ടത്. അപ്പൊ വളരെ സിമ്പിൾ ആണിത്. അത് ഒരു പ്രത്യേക ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു കൊടുന്ന് വിചാരിച്ചോ, നമുക്കറിയില്ല ഇത് പരീക്ഷണമാണോ അതോ ശിക്ഷയാണോ ഒന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഇസ്ലാമിന്റെ വ്യൂ എന്താ വെച്ചാൽ, ഇത്തരത്തിൽ അള്ളാഹു തആല ഈ ലോകത്ത് പരീക്ഷണങ്ങൾ നൽകാം, ശിക്ഷകൾ നൽകാം, ഒക്കെ നൽകാം. ആ പരീക്ഷണങ്ങൾ ശിക്ഷകൾ പരീക്ഷ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശിക്ഷ എന്ന് വിചാരിച്ചോ, ഒരു ശിക്ഷ അള്ളാഹു തആല നൽകാന്ന് വിചാരിച്ചോ, ആ ശിക്ഷ അനുഭവിക്കുന്ന അത് എല്ലാവരെ സംബന്ധിച്ചും ഇതെനിക്കുള്ള ശിക്ഷയാണോ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. നമുക്ക് എന്ത് രീതിയിൽ നൽകി എന്നുള്ളത് അറിയാൻ കഴിയില്ല, ചിന്തിക്കാം. രണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ ഫ്ലാറ്റിലൊരു അല്ലെങ്കിൽ ഈ റൂമിലൊരു 10 ആളുണ്ടെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ച് ആ ഒരാൾക്കുള്ള ശിക്ഷ അള്ളാഹു അവിടെ ഇറക്കി വിചാരിച്ചോ, ആ ഒരാൾക്കുള്ള ശിക്ഷ അത് ഈ 10 ആളും ചിലപ്പോൾ അനുഭവിക്കും. പക്ഷെ ആ 10ലെ ബാക്കി 9 ആൾക്കത് ശിക്ഷയല്ല, ബാക്കി 9 ആൾക്കത് പരീക്ഷണമാണ്. ഇസ്ലാമിൻ്റെ പേഴ്സ്പെക്റ്റീവ് അത്രയാണ്. അപ്പോൾ ജനറലി നമ്മളിലേക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നമ്മളത് പരീക്ഷണമായിട്ട് നോക്കിക്കാണാനുള്ള ആഹ്വാനവും ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും ആ ക്ഷമിച്ചാൽ സന്തോഷ വാർത്ത ഉണ്ടെന്നുള്ള വാഗ്ദാനവും ഇസ്ലാമിലും ഖുർആനിലും ഉണ്ടെന്നാണ് പറഞ്ഞു വെച്ചത്. അതിന് വളരെ വ്യക്തമായിട്ട് അവിടെ ആയത്ത് ഉന്നയിക്കും ഉദ്ധരിക്കും ചെയ്യുന്നതാണ്. അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, അതെ, നിങ്ങളുടെ സ്വത്തിന്റെ അടിസ്ഥാനം സ്വത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടും അതേപോലെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഒക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പരീക്ഷിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവനെ പരീക്ഷിക്കും, എന്നിട്ട് അതിലൂടെ അവന്റെ സ്ഥാനം ഉയർത്തും എന്ന് വളരെ കൃത്യമായി പറയുന്ന കാണാൻ കഴിയും. അതേപോലെ വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അവൻ എന്ത് ചെയ്യും, ഒരു പ്രയാസം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുകയാണെങ്കിലും നല്ലത് സംഭവിക്കുകയാണെങ്കിലും അവനത് നല്ലത് സംഭവിക്കുകയാണെങ്കിൽ അവൻ പടച്ചവനെ നന്ദി കാണിക്കും, അതിലൂടെ അതവന് നല്ലതാണ്. മോശം സംഭവിക്കുകയാണെങ്കിൽ അവൻ ക്ഷമിക്കും, അതും അവന് നല്ലതാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നത് കാണാൻ കഴിയും. അപ്പം നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ അത് പരീക്ഷണമാവാം. ചിലപ്പോൾ അത് നമ്മളുടെ റാങ്ക് കൂട്ടാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടാനുള്ള കാരണവുമാകാം, ചിന്തിക്കാനുള്ള കാരണമാവാം, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണമാകാം, അങ്ങനെ പല കാരണങ്ങളുമാവാം. അവിടെ ഇത് ശിക്ഷയാണ് എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് പറയുന്ന ആള് ഓതേണ്ട ആയത്ത് എന്താ, അള്ളാഹു ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അത് ശിക്ഷയിലൂടെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള ആയത്ത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ശിക്ഷ എന്ന് ഉറപ്പിക്കാൻ പറ്റും. ആയത്തിൽ മാത്രം ഉണ്ടോ? ഇല്ല. അപ്പൊ പൊളിഞ്ഞ്. അപ്പൊ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, അരി എത്ര ചോദിക്കുമ്പോൾ പയറെന്നായി എന്നുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബന്ധവും അത് ഒന്നുകിൽ എന്തെന്നറിയോ, ശിക്ഷയാണ് എന്ന് പറയുന്ന ഒരു ആയത്ത് അല്ലെങ്കിൽ ശിക്ഷയുടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, ഈ സംഭവം ഇന്ന സ്ഥലത്ത് ഇന്ന സന്ദർഭത്തിൽ സംഭവിച്ച ഈ ഒരു ഇൻസിഡന്റ് ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കണം. അല്ലെങ്കിൽ അങ്ങനെ ആയത്തിറക്കാൻ പോരാ, അത് ഇന്ന ആൾക്ക് ശിക്ഷയാണെന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കണം. അങ്ങനെ ഒരു ആയത്ത് ഓതാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാത്ത പക്ഷം ശിക്ഷ മാത്രമേ, മനുഷ്യനുണ്ടാവുന്ന പ്രയാസങ്ങൾ ശിക്ഷ മാത്രമായിരിക്കും, അത് അനുഭവിക്കുന്ന എല്ലാവർക്കും അത് ശിക്ഷ മാത്രമായിരിക്കും എന്നുള്ള ആയത്ത് നിങ്ങൾ ഓതണം. ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കൗണ്ടർ ആയത്തുകൾ നമ്മൾ ഓതിയിട്ട് അങ്ങനെയല്ല, ശിക്ഷയല്ലാതെയും ഇത്തരം പ്രയാസങ്ങൾ സംഭവിക്കാം എന്ന ആയത്തും ഹദീസും നമ്മൾ ഓതിയിട്ടുണ്ട്. ഈവൻ ഒരു വിഭാഗത്തിൽ ഇപ്പം നല്ലത് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു മൊത്തത്തിൽ ശിക്ഷിക്കും എന്ന് പറയുന്ന ആയത്തുകൾ പോലും ഇറങ്ങിയിട്ടുണ്ട്. അവിടെയും ഒരു ഇൻഡിവിജ്വലിന് അതായത് വളരെ വ്യക്തമായിട്ട് ഖുർആന്റെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു അക്രമികൾ വസിക്കുന്ന ഒരു സമൂഹത്തിൽ ആ അക്രമികളുടെ പ്രവർത്തനത്തിൽ പഠിച്ച ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ കൊടുക്കുന്ന അക്രമികൾ മാത്രമല്ല അനുഭവിക്കുക, അത് അവരെല്ലാത്ത ആളുകളും അനുഭവിക്കുന്നുള്ളത് ഒരു സംശയമില്ലാത്ത ഖുർആന്റെ ആയത്തുകൊണ്ട് ഖണ്ഡിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന ഏതെങ്കിലും അക്രമി ചെയ്തൊരു പ്രവർത്തനത്തിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളത് അനുഭവിക്കും ചിലപ്പോൾ, പക്ഷെ നമുക്കത് ശിക്ഷയല്ല. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അത് അനുഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ച പരീക്ഷണമാണ്. ഇപ്പം ഞാൻ ആ അക്രമിയല്ല, ഞാൻ ആ തെറ്റ് ചെയ്ത ആളല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഞാൻ എങ്ങനെ നോക്കിക്കാണ്ടത്, എനിക്ക് ഒബശ്ശിരി സ്വാബിരീൻ, അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഞാൻ അതിൽ ക്ഷമിച്ചാൽ എന്നാണ് പറയുന്നത്. ഓക്കെ.